ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഇതേ നല്ല അടിപൊളി ഒരു മട്ടൻ കറിയുടെ വീഡിയോ ആണ്. നല്ല മട്ടൻ വരട്ടി അങ്ങോട്ട് എടുത്തതാണ്. ഇതേ 1 കിലോ ആട്ടിറച്ചിയാണ്. അപ്പം നല്ല ഫ്രഷ് ആട്ടിറച്ചിയാണ്. ഇപ്പം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് എടുത്തതാണ്. പിന്നെ ഇത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഈ ഇറച്ചി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് 2 സവാള, പിന്നെ ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി ഉണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്കായയുടെ പൊടിയാണ്, ഏലക്കായ പൊടിച്ച് വെച്ചതുകൊണ്ട് അതാണ് എടുത്തതാണ്. പിന്നെ കുറച്ച് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചങ്ങോട്ട് എടുക്കാം, നല്ലവണ്ണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ആ സവാള ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം അരച്ചെടുത്ത മസാല നമുക്ക് ഇറച്ചിയിലേക്ക് അങ്ങോട്ട് ഇടാം. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച സവാളയും അതിലേക്ക് ചേർക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ഇടാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.25 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണേ കുരുമുളക് പൊടിയും കൂടി അതിലേക്ക് ചേർക്കാം. ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് അതിലേക്ക് നല്ലവണ്ണം ഈ ചേർത്ത് കൊടുത്ത സാധനങ്ങളെല്ലാം അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കാം. കൈ കൊണ്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇത് നല്ലവണ്ണം അങ്ങോട്ട് ആ മസാലയൊക്കെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ടേ കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഞാൻ ഈ ഇറച്ചി വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ ആ കുക്കറിലേക്ക് ഇട്ട് 1 മണിക്കൂറോളം അടച്ചു വെച്ചാലും മതി. എന്നിട്ട് അത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനത് അങ്ങോട്ട് ആ കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഒന്ന് വേവിക്കാനായിട്ട്. എന്നിട്ട് ആ ഇറച്ചി നല്ലവണ്ണം അങ്ങോട്ട് വേവാനായിട്ട് അങ്ങോട്ട് വെക്കുക 1 മണിക്കൂർ കഴിഞ്ഞിട്ട്. ഈ ഇറച്ചി വേവിച്ചെടുക്കാനായിട്ട് ഞാൻ എത്ര വിസിലടിച്ചൊന്നും നോക്കിയില്ല, അത്യാവശ്യം കുറച്ച് വിസിലടിപ്പിച്ചു. അവിടെ റെഡി ആയിട്ട് വരുമ്പോഴേക്കും ഞാൻ ഒരു 2 ചെറിയ സവാളയും കൂടി എടുത്ത് കട്ട് ചെയ്ത്, എന്നിട്ട് അത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചത് നല്ലവണ്ണം ഒന്നും കൂടി വഴറ്റി അങ്ങോട്ട് എടുക്കുകയാണ്. അപ്പം അത് വഴറ്റുമ്പോൾ കുറച്ച് കൂടി ഉപ്പ് ചേർക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നല്ലവണ്ണം അത് വഴറ്റിയെടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം അതങ്ങോട്ട് വഴറ്റി റെഡിയായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടിയും ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി പിന്നെ അതും കൂടി ഒന്ന് വഴറ്റി അങ്ങോട്ട് റെഡിയാക്കി എടുക്കുക. അതൊക്കെ അങ്ങോട്ട് ചെയ്തപ്പോഴേക്കും ആ കുക്കറിൽ ഇറച്ചി അങ്ങോട്ട് വെന്ത് നല്ല റെഡിയായിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വെന്ത് വന്ന ഇറച്ചി ആ ചട്ടിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനിയൊന്ന് അടച്ചിട്ട് ചെറിയ തീയിൽ അതങ്ങോട്ടൊന്ന് റെഡിയായിട്ട് വരാനായിട്ടൊന്ന് അടച്ചങ്ങോട്ട് വെക്കാം. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വറ്റി അത് റെഡിയായിട്ട് വരുമ്പോഴേക്കും നല്ല അടിപൊളി മട്ടൻ വരട്ടി ഇത് ഇവിടെ റെഡിയാവി. ഇതിൻ്റെ ഇറച്ചിയൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ വെന്ത് റെഡിയായിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റവ് അങ്ങോട്ട് ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചക്കൊത്തമല്ലി ഉണ്ടല്ലോ, നല്ല പച്ചമല്ലിയുടെ ഇല, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വിതറിയിട്ടിട്ട് അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെക്കാം. അടി കട്ടിയുള്ള പാത്രത്തിലാണ് ഇതേപോലെ കറിയൊക്കെ വെക്കുന്നെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്താൽ അതിൻ്റെ ചൂടൊക്കെ മാറാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതങ്ങോട്ട് അടച്ച് വെച്ച് ഒരു 1/2-3 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞത് അങ്ങോട്ട് തുറക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പിന്നെ ഒന്ന് വറ്റി അത് നല്ലവണ്ണം കുറുകി അങ്ങോട്ട് വരട്ടിയെടുത്തതുപോലെ ഉണ്ടാവും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലൊന്ന് അറിയിക്കണേ. ഇതേപോലെയുള്ള വീഡിയോകളായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇനിയും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.